Hi friends, our Dream Factory പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പിന്നെയും ദീപക് ചേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ്. ദീപകൻ്റെ വീട്ടിൽ കാണാനായിട്ട് ഇഷ്ടംപോലെ വിശേഷങ്ങളാട്ടോ. ചെറിയൊരു മിനി സൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിനി സൂ അല്ല, അടിപൊളിയാണ് സംഭവം. ഇഷ്ടംപോലെ കിളികളും കാര്യങ്ങളും. നമ്മൾ കഴിഞ്ഞ ദിവസം ഫെസൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് മക്കാവേസിനെ പറ്റിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഏരിയയും കാര്യങ്ങളൊക്കെ, ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. നമുക്കിനി നേരെ പോയിട്ട് മക്കാവേനെ കാണാം. നമ്മുടെ മക്കാവേസ് എത്തിച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ കേജും കാര്യങ്ങളും. നമുക്ക് വേണ്ടി ദീപക്കേട്ടൻ ഭയങ്കര എഫർട്ടൊക്കെ എടുക്കുന്നുണ്ട്. കൂടിനകത്തൊക്കെ കയറി നിന്നിട്ടാണ് കാര്യങ്ങൾ ഇനി പറഞ്ഞുതരാൻ പോകുന്ന ദിവരാണ് ആൾക്കാർ. ദീപക്കേട്ടൻ ഇവരെന്ത് വയസ്സുള്ളവരാട്ടോ? ഇവരിപ്പോൾ 7 വയസ്സ് പ്രായമുള്ളവരാണ്. 7 വയസ്സ് പ്രായമുള്ള ആൾക്കാരാണ്. ഇവരെത്ര കാലം കൊണ്ടും ഇവരൊരു മെച്ചുറേഷൻ പീരീഡ് കാര്യങ്ങളൊക്കെ? ഇവർ അഡൾട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 5 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു അഡൾട്ടായി കഴിഞ്ഞു. 5 വയസ്സാകുമ്പോൾ അഡൾട്ടായി തുടങ്ങും. പിന്നെ ഒരു ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ സമയം പോലെയാണ് ഇവരുടെ ബ്രീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വേണ്ട ഒരു നല്ല ക്ലൈമറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടിയാലേ അവർക്ക് ആ ബ്രീഡിങ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ആണല്ലേ? ഇവരേതാണ് മീൻസ് ബ്രീഡ്? ഇത് ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോ ആണ്. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവയാണ് ആൾക്കാർ. ഇവർക്ക് ഇതാണ് ഇവരുടെ ഒരു ബ്രീഡിംഗ് ബോക്സ് അല്ലേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതെ. ഇതെന്തൊരു സൈസാണ് വേണ്ടി വരുന്നത് ഒരു ബ്രീഡിംഗ് ബോക്സ് നമുക്ക് ഇതിനു വേണ്ടി സെറ്റ് ചെയ്യേണ്ട? ഇവർക്ക് വേണ്ടത് ഒരു മിനിമം ഒരു 4 അടി നീളം, 2 അടി വീതി, 2 അടി പൊക്കമുള്ള ഒരു ബ്രീഡിംഗ് ബോക്സാണ് ഇവർക്ക് ആവശ്യമുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി അവർ അടുത്ത് തന്നെ മേറ്റിങ്ങും മെക്കിങ് ഒക്കെ ആയിട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വേണമെങ്കിൽ തിരക്ക് വരാമല്ലോ നേരത്തെ ആയിക്കഴിഞ്ഞിട്ട് ഞങ്ങളൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം ദീപക്കേട്ടനെ കൂട്ടി നടക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ഓരോ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെയാണ് നമ്മുടെ ദീപക്കേട്ടൻ്റെ വീട്ടിലെ. ഇത് പോണ്ട് കുഴിച്ചാണോ? നമ്മളിതിനു വേണ്ടി കുഴിച്ചതാണ്. എന്ത് ഇത് കുളിക്കാൻ വേണ്ടിയിട്ടാണോ അതോ? കുളിക്കാൻ വീടിനോട് ചേർന്നുള്ളൊരു കുളമാണ്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. വീടിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി സെറ്റപ്പ്, ഒന്നും പറയാനില്ല. നല്ല തണുപ്പും കാര്യങ്ങളും. ഇനി നമുക്ക് മക്കാവിലേക്ക് വരാം. ഇവരെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാനിപ്പോൾ ഇവരെ എടുത്തിട്ട് ഒരു 2 വർഷം ആവുന്നു. 2 വർഷത്തെ വെയിറ്റിംഗിന് ശേഷം ഇനി ബ്രീഡിങ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ബെസ്റ്റ് വിഷസ്. അടുത്ത് തന്നെ സംഭവിക്കണമെന്ന് വിചാരിച്ച്. ഇവർക്ക് എന്താണ് ഒരു കേജിങ് സൈസ് വേണ്ടത് നമുക്ക് മക്കാവേനെ സെറ്റ് ചെയ്യണമെങ്കിൽ? കേജ് നമ്മൾ ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ഓരോ താല്പര്യങ്ങളനുസരിച്ചായിരുന്നു. ഞാനിവർക്ക് വളരെ സ്വാതന്ത്ര്യമായിട്ട് പറന്ന് നടക്കാൻ സൗകര്യം കിട്ടട്ടെന്ന് വെച്ചുകൊണ്ട് ഏതാണ്ട് ഒരു 25 അടി നീളമുള്ളൊരു കൂടാണ്. ഒരു 16 അടി പൊക്കമുണ്ട്, 8 അടി വീതിയുണ്ട്. ഓക്കെ, ഇത്രയും വേണം ഒരു മക്കാവയ്ക്ക് ജീവിക്കാനല്ലേ? ചെറിയ കൂടുകളിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂട് ചെറുതായി കഴിഞ്ഞാൽ ബ്രീഡിങ് ഒരുപക്ഷെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. കൂട് ചെറുതായാൽ ബ്രീഡിങ് ഫാസ്റ്റ് ആവും. അവർക്ക് വേറെ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനില്ല, ഓൺലി ബ്രീഡിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങനെ വരും. പക്ഷേ നമുക്കങ്ങനെ 100% ബ്രീഡിംഗ് കൺസെപ്റ്റ് അല്ലായിരുന്നു എനിക്കുള്ളത്. അത് ഒരു അല്പം ഭംഗി ഉണ്ടാവണം, അവർക്കും ഒരു നല്ല ഫ്രീഡം ഉണ്ടാവണം എന്നുള്ള കണക്കായാണ് നമ്മൾ ഇത്രയും വലിയ കൂട് സെറ്റ് ചെയ്തത്. എങ്ങനെയുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഈ മക്കാവയുടെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ? മെക്കാവൂസ് നല്ല ഡിമാൻഡുള്ളൊരു ബേർഡാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ല ഷോർട്ടേജാണ്. അതുകൊണ്ട് തന്നെ മെക്കാവൂസിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കൂടിയിട്ടുമുണ്ട്. മക്കാവെ എന്താണ് ഇവരുടെ ഒരു റേറ്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഏകദേശം ഇപ്പം ഒരു അഡൾട്ട് പെയർ മെക്കാവൂസ് എന്ന് പറഞ്ഞാൽ ഒരു 4 ലക്ഷം രൂപ റേഞ്ച് പോലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ മക്കാവേനെ വളർത്താൻ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും? ഒന്ന്, നമ്മളിവരെ സ്നേഹിക്കാൻ താല്പര്യപ്പെടണം. നമുക്ക് ഇവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ അവരുള്ള സമയം ഉണ്ടാവണം. ഓക്കെ, അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത്. ഓക്കെ, നമുക്കിപ്പം മക്കാവേനെ സെറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യമായി ചെയ്യേണ്ട DNA നോക്കി തന്നെ ഇവരെ സെറ്റ് ചെയ്യണമല്ലേ? അത് ഇങ്ങനെയുള്ള പാരറ്റ്സ് എല്ലാം എടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ബ്രീഡിംഗ് ആണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിലും ഫീമെയിലും കൺഫേം ചെയ്യണമെങ്കിൽ ഇവരുടെ DNA എടുത്ത് തന്നെ വേണം നമ്മളത് ചെയ്യാനായിട്ട്. DNA കമ്പൽസറി ആയിട്ട് ചെയ്യണം. എന്താണ് ഇവരൊരു ഫുഡിങ് കാര്യങ്ങൾ, എന്താണ് ഭക്ഷണക്രമം? ഭക്ഷണം നമുക്ക് അത്യാവശ്യം പാരറ്റ്സ് കഴിക്കുന്ന എല്ലാ ഫുഡ് തന്നെ ഇവർ കഴിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് നല്ല ഫാറ്റി ആയിട്ടുള്ള ഫുഡാണ് വേണ്ടത്. ഓക്കെ, അപ്പം പൾസസ് ഒക്കെ സ്പ്രൗട്ട് ചെയ്ത് കൊടുക്കാം, പച്ചക്കറികളെല്ലാം കൊടുക്കാം, ഫ്രൂട്ട്സ് കൊടുക്കാം. പിന്നെ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഇതെല്ലാം കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള ഭക്ഷണം. ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? വരാൻ പോസിബിലിറ്റി ഉണ്ട്. അത് ഹൈജീനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല വൃത്തിയായിട്ട് കിടക്കുവാണെങ്കിൽ, നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അസുഖങ്ങൾ വരാറില്ല. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് മക്കാവേസിനെ പറ്റി പറയാനായിട്ടുള്ളത്. മക്കാവേസിനൊക്കെ എഗ്ഗിങ് ഒക്കെ എത്ര എഗ്ഗൊക്കെ ഉണ്ട്? 2 to 4 eggs വരെ ഇവരിടാം. എത്ര നാളാണ് ഇവരൊരു ബ്രീഡിങ് കാലയളവ്? മീൻസ് എഗ്ഗ് വിരിഞ്ഞിറങ്ങാനായിട്ടുള്ള കാലയളവ്? ഏതാണ്ട് 27 days വേണം. 27 days അത്രയും മതി. 27 days വേണം ഇവരുടെ ഇൻക്യുബേഷൻ പീരീഡ്. എത്ര എഗ്ഗൊക്കെ ഉണ്ടാവും നോർമലി? 2 to 4 ഉണ്ടാവും എഗ്ഗും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണ് ഇവരെ ശ്രദ്ധിക്കുന്നത്? ഇവരധികം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ? പരമാവധി അവരെ അവരുടെ ലോകത്തേക്ക് വിടുന്നതാണ് ഇപ്പോഴും നല്ലത്. അത് ഏത് പക്ഷികൾക്കും അത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ അധികം വേറെയും കുറേ ലോകങ്ങളൊക്കെ നമ്മൾ കാത്തിരിപ്പുണ്ട്. നമുക്ക് ദീപക്കേട്ടനായിട്ട് നടന്ന് പോകാം. എന്താണ് ദീപക്കേട്ട ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോൾ കൂടുതലോട്ട് പോകുന്നവരൊക്കെയാണോ? ഇത് ഗ്രേ പാരറ്റ്സ് ഒക്കെ ഉണ്ട്, അത് കൂട്ടിലേക്ക് പോകുന്നത്. ഇത് കൊക്കാറ്റു ആണ്. ഇതെന്താണ് ആൾക്കാർ?
കൊക്കാറ്റു എന്താ ഇവരുടെ പ്രത്യേകത? ഇവർ ഓസ്ട്രേലിയക്കാരാണ്. ടീം ചെയ്ത് കഴിഞ്ഞാൽ വളരെ നോട്ടി ആയിട്ടുള്ളൊരു ബേർഡാണ്. നല്ല രീതിയിൽ നമുക്ക് ടീം ചെയ്ത് എടുക്കാവുന്നതാണ്. സംസാര ശേഷിയുള്ള ബേർഡാണ്. ഇവർക്ക് നല്ല ഭംഗിയുള്ള ഒരു സൾഫർ കളറുള്ളൊരു ക്രസ്റ്റാണ് ഇവരുടെ തലയിലുള്ള അതാണ് അവരുടെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ. നമ്മൾ കാണുമ്പോൾ ഒരു സല്യൂട്ട് തരുന്ന പോലെ അതെല്ലാം ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ വരുന്ന ഒരു സംഭവം. ഓക്കെ, ഇവർ ഇവിടുത്തെ ബ്രീഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണോ അതോ കുഞ്ഞുങ്ങളാണോ, എങ്ങനെയാണ്? ഇത് ഇപ്പോൾ സെമി അഡൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സെമി അഡൾട്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരാണല്ലേ. ഇവർക്ക് എന്താ ഒരു മാർക്കറ്റിൽ നമ്മൾ എന്ത് റേറ്റ് കൊടുത്താൽ നമുക്ക് ഇവരെ സ്വന്തമാക്കാൻ സാധിക്കും? ഇത് ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. ഓക്കെ, സെമി അഡൾട്ട്. അപ്പോൾ ഇനി ഇവരിപ്പോൾ DNA ഒക്കെ കൺഫേം ചെയ്ത് മെയിൽ ഫീമെയിൽ ആണ്. ഓക്കെ, ഫൈൻ. നമുക്ക് ഇവർക്ക് DNA സർട്ടിഫൈഡ് ചെയ്ത് തന്നെയാണോ മേടിക്കുന്നത്? വാങ്ങുന്നുണ്ട്. നമ്മൾ മെയിലും ഫീമെയിലും കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ, അതിൽ വിത്ത് റിംഗ് ഒക്കെ ചെയ്ത് നമ്പറൊക്കെ ഇട്ട് ഇവരുടെ ഫെഡറൊക്കെ അയച്ചു കൊടുക്കാം. അതെല്ലാം ഉണ്ടാവും. ആണ്, അങ്ങനെ ചെയ്ത് നമ്മുടെ ഇവിടെ DNA ടെസ്റ്റിങ്ങിൽ എവിടെയാണ് ഏറ്റവും നല്ലത് ചെയ്യാനായിട്ട്? ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഒരു അസോസിയേഷൻ ഒരു ടൈപ്പ് ഉള്ള ഏതെങ്കിലും ഒരു ലാബുമായിട്ട് ടൈപ്പ് ആവും. അത് നമ്മുടെ മെമ്പേഴ്സിന് ഏറ്റവും നല്ല റേറ്റിൽ ചെയ്ത് കൊടുക്കുന്ന ഏത് ലാബാണോ അവരുമായിട്ടാണ് നമ്മൾ ആ ഒരു ടൈപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡായിട്ട് കിട്ടുന്ന ആൾക്കാർ ഏതൊക്കെയാണ്, എന്തിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്? എനിക്ക് മെയിൻലി കൂടുതലുള്ളത് കോണിയൂസാണ്. കോണിയൂസ് നല്ല രീതിയിൽ 10-65 പേർ കോണിയൂസ് ഉണ്ട്. അത് അത്യാവശ്യത്തിനും കുറേ വെറൈറ്റി ബേർഡ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കോണിയൂസിൻ്റെ വെറൈറ്റീസൊക്കെ എപ്പോഴായാലും മിക്കവാറും എൻ്റെ അടുത്ത് നല്ല ബേർഡ്സ് ഉണ്ടാവും. പിന്നെ ഫെസൻ്റ് ഉണ്ടാവും. പിന്നെ ഫെസൻറ്റും ഉണ്ടാവും. ഓക്കെ, നമുക്കിനി അടുത്ത കേജ് എവിടെയാണ് പരിചയപ്പെടുത്താനുള്ളവരെ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മുടെ ലുക്ക് ഏരിയ കവർ ചെയ്ത് നമുക്കിനി അടുത്ത ഏരിയയിലേക്ക് തിരിഞ്ഞു പോകാം. നമ്മളൊരു അടുത്ത ഏരിയയിലേക്ക് പോകുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ കേജാണ്. ചേട്ടാ, ഇവിടെ എന്താണുള്ള ആൾക്കാരൊക്കെ? ഇതെല്ലാം കോണിയൂസ് ആണ് ഇവിടെ ഉള്ളത്. കോണൂർസ് ആണുള്ളത്. ഇതാണ് ഇവരുടെ കേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് എത്ര കേജസ് ഉണ്ട് ഇപ്പോൾ അവിടെ വരെ? അത് 20 കേജസ്. 20 കേജസ് ഉണ്ട്. നമുക്ക് 20 കേജസിലായിട്ട് പരിചയപ്പെടുത്തുന്നത് ആദ്യം ആരെയാണ് പരിചയപ്പെടുത്തുന്നത്? സൺകോണിയൂറാണ്. സൺകോണൂറാണ് ആൾക്കാർ. ഇവർ ബ്രീഡിംഗ് പെയറാണ് ഇവിടുത്തെ. അതെ, ബ്രീഡിംഗ് പെയറുകളാണ്. ഈ കൊണൂർസ് എങ്ങനെയുണ്ട് ഇപ്പോൾ കേരളത്തിൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ? നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ളൊരു ബേർഡാണ്. എല്ലാവർക്കും താല്പര്യമുള്ളൊരു ഇതാണ്. അത് കൊണിയൂസിൽ ഏറ്റവും ഡിമാൻഡുള്ളൊരു ബേർഡാണ് ഈ സൺ കൊണിയൂസ് ഉള്ളത്. കാണാൻ നല്ല ഭംഗിയാണല്ലോ ഇവർ. എല്ലായിടത്തും പ്രചാരമുള്ളതാണ്. നല്ല രീതിയിൽ ഇണങ്ങുന്നൊരു ബേർഡുമാണ്. ഒരു ടാംഡാക്കി എടുക്കുകയും ചെയ്യാം. ടൈംഡാക്കി എടുക്കാം. ഇവർക്ക് എങ്ങനെയാണ് ഒരു മെച്ചുറേഷൻ എന്ന് പറയുന്ന കാലയളവ്? ഇവർ ഏകദേശം ഒരു അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു 2 വയസ്സാകുമ്പോഴാണ് ഇവരുടെ അഡൾട്ട് ആവുന്നത്. 2 വയസ്സാകുമ്പോഴേക്കും മെയിൽ ഫീമെയിൽ ഡിറ്റർമിൻ ചെയ്യുക, കേജിങ് ബോക്സ് വെക്കുക. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ മെയിൽ ഫീമെയിൽ അഡൾട്ട് ആയ ശേഷം മാത്രമേ നമുക്ക് ഇവർക്കൊരു ബോക്സ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ കൊണിയൂസിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഇല്ല. കാരണം ഇവർക്ക് രാത്രി കാലങ്ങളിൽ ബോക്സിലിരുന്നാണ് ഇവരുടെ ശീലം. ഓക്കെ, നോർമലി നെറ്റിലോ അല്ലെങ്കിൽ കൊമ്പുകളിൽ ഇരിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് യൂണിറ്റിൽ കയറി ഇരിക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം. ക്ലോസ്ഡ് ആയിട്ടുള്ള യൂണിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര. എന്താണ് ഇവർക്കൊരു കേജിങ് സൈസ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്? സൺ കൊണിയൂസിനൊക്കെ ഒരു 6 അടി നീളം, ഒരു 4 അടി പൊക്കം, 3 അടി വീതി ഉണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കേജ് ആയിരിക്കും. ഇതും ആൾക്കാരാണ്? അത് ജാൻഡേ കൊണൂറാണ്. ജാൻഡേ കൊണൂറാണ്. ജാൻഡേ കൊണൂറിൻ്റെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ശരിക്കും പറയാം അപ്പുറത്തൊരു വ്യൂ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കാര്യം വെളിച്ചമുണ്ടോ? നമുക്ക് ഇവരുടെ കേജൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ശരിക്കും വെളിച്ചം വേണ്ട എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ? വെളിച്ചം അധികം ആകരുത്. ഒത്തിരി ബ്രൈറ്റ് ഏരിയയേക്കാളും നല്ലത് ഇവർക്ക് ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആണ് എപ്പോഴും നല്ലത്. തണുത്തൊരു അന്തരീക്ഷമായിരിക്കണം. ഒരു ഗ്രീൻ നെറ്റൊക്കെ വെച്ച് കവർ ചെയ്യണം. ഒരു ചെറിയൊരു കൂൾ ഫീല് അവർക്ക് കിട്ടണം. മരങ്ങളുടെ കീഴിലാണെങ്കിൽ നല്ലതാണ്. ഒരുപാട് ഡയറക്റ്റ്ലി ചൂടടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ബ്രീഡിങ്ങിനെ ബാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചോദിച്ചേട്ടാ. കാര്യം വിഷ്വൽസിലൊക്കെ ഇരുണ്ട് കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത്. ഇതൊക്കെ നമ്മുടെ ദീപക്കേട്ടൻ ചെയ്ത പരിപാടിയാണ്. ഇതവരാരാണ് ചേട്ടാ? ഒരു നെറ്റിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പച്ച 2 തത്ത പോലെ. അത് വൈറ്റ് ഐ കൊണിയൂർ എന്ന് പറയും. വൈറ്റ് ഐ കൊണൂർ എന്ന് പറയുന്ന ആൾക്കാരാണ്. നമുക്ക് ശരിക്കും കാണാൻ പറ്റും. കുറച്ച് ഷൈ ആണ്. ആൾക്കാർ വരുമ്പോഴേക്കും അകത്തേക്ക് കയറിപ്പോലെ. എന്താണ് അവരുടെ പ്രത്യേകതകൾ? അവരും ഒരു റെയർ വെറൈറ്റി കൊണിയൂറാണ്. അധികമൊന്നും ഇല്ല. ഓക്കെ, എന്താ ഒരു പ്രൈസൊക്കെ എന്താ വരുന്നത്? പ്രൈസ് വലിയ എക്സ്പെൻസീവ് അല്ല. ഒരു 40,000 റുപ്പീസ് പെയർ വില വരുന്നുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളാണോ ഇപ്പം ഇവരെ സെറ്റ് ചെയ്യാൻ നല്ലത്? അല്ല, ഒരു എപ്പോഴും കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുന്നതാണ് നല്ലത്. കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഒരു സെമി അഡൾട്ട് സ്റ്റേജ് ആണല്ലേ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ശരിക്കും നമ്മളൊരു ബ്രീഡിംഗ് പെയർ ഒരു ബ്രീഡർ സെയിൽ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അതിനൊരു ഡിഫക്റ്റ് ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ പൈസയ്ക്ക് അത്യാവശ്യം വരുന്നതുകൊണ്ടാണോ? എന്താണ്? രണ്ടും കാര്യം വരാം. 2 കാരണങ്ങളും ഉണ്ട്. പൈസയ്ക്ക് ആവശ്യം വരുന്നുണ്ട്, കൊടുക്കാറുണ്ട്. ഒന്നത്. പിന്നെ ചിലരുണ്ട് കംപ്ലയിൻസ് ഉള്ള ബേർഡിനെ ചിലർ കൊടുക്കാറുമുണ്ട്. പിന്നെ വേറൊരു കാറ്റഗറിയും ഉണ്ട്. ഇപ്പം കോണിയൂസ് കുറേ ആയി, അല്ലെങ്കിൽ ഇപ്പോൾ സൺ കോണിയൂർ ഇപ്പോൾ എൻ്റെ കയ്യിൽ 4 പേരുണ്ട്. പുതിയൊരു വെറൈറ്റി ബേർഡിനെ എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടെ 4 പേരിൽ നിന്ന് 1 പേരിനെ 2 പേരിനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം.
ഓക്കെ, നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഇഷ്ടംപോലെ തട്ടിപ്പുകൾ കാത്തിരിപ്പുണ്ടോ ഒരു പുതുതായിട്ട് വരുന്ന ആൾക്കാരെ? തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരാണോ എല്ലാ മേഖലയിലും തട്ടിപ്പും കാര്യങ്ങളും ഇതെല്ലാം എല്ലായിടത്തും ഉള്ളതാണ്. കാരണം നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ ഫീൽഡ് മേഖലയിലും ഉള്ളത്. ആഹാ, ശരിക്കും ഈ തട്ടിപ്പെന്ന് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റിയൊരു അവസരമാണ്. ചേട്ടൻ കൈ കിടക്കുക, ഇവക്കടെ പെട്ടിരിക്കുക, എൻ്റെ ദൈവം എന്തൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ. തട്ടിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ചെടിയൊക്കെ അല്ല ചെടിയല്ല, ഓക്കെ ഫൈൻ പറഞ്ഞു. തട്ടിപ്പെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. തട്ടിപ്പിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ തട്ടിപ്പുകൾ കണ്ടുപിടിക്കുന്നതിലാണല്ലോ. ഞാനൊരു പണ്ട് കേട്ടൊരു തട്ടിപ്പെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാമെന്നല്ല, ഞാൻ കേട്ടത് ശരിയാണെന്ന് അറിയാൻ വേണ്ട. നമുക്ക് ഈ പുറത്തുനിന്നൊക്കെ ബേഡ്, കൊൽക്കത്ത ബേഡ്സൊക്കെ ബൾക്ക് കണക്കിന് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കേരളത്തിലെത്തിയിട്ട് ഇവരെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഒരു റൂമിലേക്ക് ഇട്ടിട്ട് കസ്റ്റമർ വരുന്ന സമയത്ത് ഇവരുടെ ദേഹത്ത് പെപ്പർ സ്പ്രേ പോലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഭയങ്കര ആക്റ്റീവാക്കി ബേഡിനെ കാണിക്കുന്ന ഒരു ട്രെൻഡ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സത്യമാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. പിന്നെ പരമാവധി നമ്മൾ എടുക്കുന്നുണ്ടെ പുറത്തുനിന്ന് വരുന്ന ബേർഡുകൾ എടുക്കാതെ ലോക്കലി നമ്മുടെ നാട്ടിൽ തന്നെ ബ്രീഡായ കുഞ്ഞുങ്ങളെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് തന്നെ. പിന്നെ ചില ബേർഡുകളൊന്നും നമുക്ക് അങ്ങനെ കിട്ടാത്തതുണ്ടാവും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഈ പുറത്തുനിന്ന് വരുന്ന ബേഡ്സിന് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കുറവാണ് എന്നൊരു ചാൻസ് കൂടുതലുണ്ടോ? ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഏത് ബേർഡിന് വേണമെങ്കിലും ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാകാം. പക്ഷേ പ്രോബബിലിറ്റി കൂടുതൽ ഇങ്ങനെ വരുന്ന ബേർഡുകളായിരിക്കും. കാരണം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതേസമയം നമ്മുടെ ലോക്കലി ബ്രീഡായ ഒരു ബേർഡാണെന്നുണ്ടെങ്കിൽ അത് ഈ തരുന്ന ബ്രീഡർ ആരാണ്, നല്ല ബ്രീഡേഴ്സിൻ്റെ നിന്ന് സാധനം എടുക്കുക. വില മാത്രമല്ല ഒരു ഫാക്ടർ, നല്ല ബ്രീഡേഴ്സിൻ്റെ നിന്ന് സാധനം എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാന കാര്യം. ശരിക്കും നമ്മുടെ നാട്ടുകാർ എവിടെ വീഴുന്നതെന്ന് അറിയാമോ? എനിക്ക് തോന്നിയിട്ടുള്ളത് പുറത്തുനിന്ന് വരുന്ന ബേഡിന് ഇപ്പോൾ 2000 രൂപയാണ്. പക്ഷേ ഒരു ബ്രീഡർ കൊല്ലങ്ങളായിട്ട് എഫർട്ട് എടുത്തിട്ട് അതിനൊരു 4000 റുപ്പീസ് പറയുമ്പോൾ അത് പറ്റില്ല. 2000 രൂപയ്ക്ക് കബളിക്കപ്പെടാനാണ് ഞങ്ങൾ റെഡിയാണെന്നൊരു ആറ്റിറ്റ്യൂഡ്. അതാണ് മിക്കവാറും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ ഫീൽഡിൽ ഇറങ്ങിയ ശേഷം അവർ വിചാരിക്കുന്നത് വളരെ നഷ്ടം പിടിച്ചൊരു പരിപാടിയാണ്, അതോടെ സ്റ്റോപ്പ് ആവും. മെയിൻലി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ വിലയല്ല നോക്കേണ്ടത്, ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഓക്കെ, ശരിക്കും നമ്മൾ ഔട്ട് ഓഫ് സിലബസിലേക്ക് ശരിക്കും പോയെന്ന് തോന്നുന്നു. അല്ല, സിലബസിൽ ഉൾപ്പെട്ട തന്നെയാണ്. ഇതാരാണ് ആൾക്കാർ? ഇത് സൺകൊണൂറിൻ്റെ ചിക്സ് ആണ്. ഇത് ഒരു റെഡ് ഫാക്ടർ ജാൻഡേ കൊണൂറാണ്. ഓക്കെ, ഇത് നോർമൽ വെറൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ്. നല്ല റെഡ് കളറുള്ള ബേർഡാണ് അവർ. ഓക്കെ, ഇവരൊക്കെ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണോ? ഞാനിത് ഇപ്പോഴേ കൊടുക്കുന്നില്ല, അവരൊരു ഒരു വയസ്സൊക്കെ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇവിടുന്ന് കൊടുക്കുന്ന സമയത്ത് DNA ചെയ്താണ് വിത്ത് DNA പെയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങളൊന്നും അത് കഴിഞ്ഞ് വേണ്ടല്ലേ, എല്ലാം സെറ്റായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ നമ്പറുണ്ട് നമുക്കിവിടെ വിളിക്കാനായിട്ട്. ഇവരാരാണ് ഒരാൾക്കാർ ഇപ്പം കാണാം, എനിക്ക് ചിലപ്പോൾ ഓടി കേജിലോട്ട്. ഇതാരാണ് ചേട്ടാ? അത് ബ്ലൂ ഗ്രീൻ ചിക്കൻ എന്ന് പറഞ്ഞ കോണിയൂറാണ്. അതിൻ്റെ ഒരു പെയറുണ്ട്, അത് മുട്ടയിട്ട് ഇപ്പോൾ അടയിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെയർ എത്ര മുട്ടയാണ് ഇവരുടെ? നോർമലി ഒരു 5 മുതൽ 6 മുട്ട വരെ ഇടും. ഇപ്പം നമുക്കൊരു 6 മുട്ട ഇട്ടു, അതിനുശേഷം എഗ്ഗ് വിരിഞ്ഞെടുക്കാൻ എത്ര കാലയളവാണ്? ഇവർക്ക് ഏതാണ്ട് 25 ദിവസം വേണം. 25 ദിവസത്തോളം വിരിഞ്ഞിറങ്ങി. പിന്നെ അത് പേരൻസിൽ നിന്ന് സെപ്പറേറ്റ് ആകാൻ എത്ര കാലയളവ് എടുക്കും? അതായത് ഇവർ പേരൻസ് അതിനെ ഫീഡ് ചെയ്ത് ഏതാണ്ട് ഒരു മാസം 30-35 ദിവസം ആകുമ്പോഴത്തേക്ക് അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ബോക്സുകളിൽ നിന്ന് അവർ പുറത്ത് വരും. പുറത്ത് വന്നിട്ട് അവർ ഫുഡ് അപ്പോഴും പേരൻസ് ആയിരിക്കും ഇവർ ഫീഡ് ചെയ്യുന്നത്. പക്ഷേ പേരൻസ് ഇവരെ കൊണ്ടുവന്ന് ഗൈഡ് ചെയ്ത് നമുക്ക് കാണാം, അവരെ തീറ്റ എടുക്കാനും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. ഇപ്പം നമുക്ക് ഈ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നമുക്ക് പുറത്തുനിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും എത്ര എഗ്ഗിങ് ഉണ്ട്, റിസൾട്ടായി. അതെ, നമുക്ക് ഇതിൻ്റെ അങ്ങേ സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻസ്പെക്ഷൻ ഡോർ ഉണ്ടാവും. ആ ഡോർ നമ്മൾ തുറന്നിട്ട് അതിൻ്റെ അകത്ത് എത്ര മുട്ടയുണ്ട് കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യും. പിന്നെ പരമാവധി അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഒരു കാര്യം. ഓക്കെ, ഈ ഇൻസ്പെക്ഷൻ ഡോർ വഴി നമ്മൾ ചെക്ക് ചെയ്ത ശേഷം ഇപ്പോൾ കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയ ശേഷം നമുക്ക് ടാംഡാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഫുഡ് നമുക്ക് കൊടുത്തു തുടങ്ങാമോ? ഐതർ വേ നമുക്ക് അങ്ങനെ അഡീഷണൽ ഫുഡ് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വേണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പുറത്തെടുത്ത് നമ്മുടെ വീടുകളിൽ വെച്ചിട്ട് നമുക്ക് ഇവരെ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. എത്ര ദിവസത്തിന് ശേഷം അതിനെടുത്ത് മാറ്റാൻ പറ്റും? അത് വിരിഞ്ഞിറങ്ങിയ സമയം മുതൽ നമ്മുടെ കഴിവനുസരിച്ചിരിക്കും. നമുക്ക് വിരിഞ്ഞിറങ്ങിയ ദിവസം പോലെ തന്നെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. എന്ത് ഫുഡ് കൊടുക്കാൻ പറ്റും ചേട്ടാ? അതിന് റെഡിമെയ്ഡ് ഫുഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് മേടിച്ചാൽ മതി. എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ ഏതെങ്കിലും ഒരു ബ്രാൻഡുകൾ? ഒരുപാട് ബ്രാൻഡുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ മാർക്കറ്റിൽ. നമ്മുടെ അനുഭവം അനുസരിച്ച് നമ്മൾ ബ്രാൻഡ് സെലക്ട് ചെയ്യുക. വില നിലവാരം അനുസരിച്ച് തന്നെ നല്ല വേരിയേഷനുള്ള ഇതുകൊണ്ട് പിന്നെ നമ്മളത് പലതും പരീക്ഷിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പം ഞാൻ ഇച്ചിരി അല്പം ബിസിയുള്ള ഒരാളാണ്, എനിക്ക് ടാംഡ് ഫുഡ് കൊടുക്കാനായിട്ട് സമയമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരെ നമ്മൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് എത്ര ഡേയ്സ് കഴിയുമ്പോൾ നോർമലി ഇവർ സെപ്പറേറ്റ് ആകുന്നത് പേരൻസിൽ നിന്ന്? പേരൻസിൽ നിന്ന് ഇവർ പൂർണ്ണമായിട്ടും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് അവരെ എടുക്കാൻ പറ്റുന്ന ഒരു 2-2.5 മാസത്തിനുള്ളിൽ അവരെ മാറ്റാം. 2-2.5 മാസത്തിനുള്ളിൽ മാറ്റാം. എന്നിട്ട് എപ്പോഴാണ് പേരൻസ് അടുത്ത ബ്രീഡിങ്ങിലേക്ക് കടക്കുന്നത്? ബ്രീഡിങ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ചെറിയൊരു കാര്യമല്ല. കാരണം അവരിൽ എല്ലാ രീതിയിലും ഭക്ഷണം, അവരുടെ ആരോഗ്യം ഇതെല്ലാം സെറ്റായി കാലാവസ്ഥയും ശരിയായി കഴിയുമ്പോഴത്തേക്ക് അവർ അടുത്ത ബ്രീഡിങ്ങിലേക്ക് കടക്കും. അപ്പം
അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ഒരു നോർമൽ ടൈം പീരീഡ് ഉണ്ടാവും എങ്ങനെയെങ്കിലുമൊക്കെ. ഇപ്പം നമ്മൾ കേജ്ഡ് ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു എവറി 6 months ബ്രീഡ് ആവുന്നുണ്ട്. എവറി 6 months ബ്രീഡ്. പിന്നെ നമ്മളിപ്പോൾ അവരെ കുഞ്ഞുങ്ങളെ മൊത്തത്തിൽ നമ്മൾ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡ് ചെയ്യാനെങ്കിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ 1 മാസം 1.5 മാസത്തിനുള്ള ഒരു വീണ്ടും എഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ആ ഒരു പ്രജനകാലമാണ്, അവർക്ക് വീണ്ടും കുഞ്ഞുങ്ങൾ ആവശ്യമാണെന്നുള്ളൊരു ധാരണയിൽ അവർ പെട്ടെന്ന് വീണ്ടും അടുത്ത ഉടനെ ബ്രീഡ് ചെയ്യും. പിന്നെ അത് പരമാവധി സജസ്റ്റഡ് അല്ല, ബേർഡിൻ്റെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതെ, ഈ ഫാസ്റ്റ് ബ്രീഡിങ് അവരുടെ ഹെൽത്തിനെ ശരിക്കും അഫക്റ്റ് ചെയ്യും. മീൻസ് പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ തുടങ്ങുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് എഗ് ഇവരെ കൊണ്ട് എടുപ്പിക്കുകയാണെങ്കിൽ അവസാനം എഗ്ഗിൻ്റെ റിസൾട്ട് കുറയാൻ ചാൻസ് ഇല്ല. ഫെർട്ടിലിറ്റി റേറ്റ് പ്രശ്നം ഉണ്ടാവും. 2 ഇത്രയും ഇപ്പോൾ 6 മുട്ട ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീമെയിലിൻ്റെ ശരീരത്തിലെ മുഴുവൻ കാൽഷ്യവും വലിച്ചെടുത്തിട്ടാണ് ഇവർ ഈ എഗ് ചെയ്യുന്നത്. അപ്പം കണ്ടിന്യൂസ്ലി അങ്ങനെ എഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവരുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഐദർ വേ നമ്മൾ കാൽഷ്യം നല്ല രീതിയിൽ സപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ നമുക്കത് കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം കണ്ടിന്യൂസ് അങ്ങനെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബേർഡിൻ്റെ ഹെൽത്ത് ഓട്ടോമാറ്റിക്കലി കുറയും. ദിവകട പിന്നെ ഭയങ്കര സംശയം എന്താണെന്ന് അറിയത്തില്ല ദിവകടങ്ങളുടെ. നമുക്കിപ്പോൾ ഒരു മെച്ചുവേർഡ് ആകാത്തൊരു ബേർഡിനെ നമ്മൾ പെയർ ചെയ്യുമ്പോഴാണോ എഗ് ബൈൻഡിങ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്? എഗ് ബൈൻഡിങ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പം മെച്യൂരിറ്റി ഒരു ഫാക്ടറാണ്, രണ്ടാമത് ഈ കണ്ടിന്യൂസ് ബ്രീഡിങ് ഒരു ഫാക്ടറാണ്, മൂന്നാമത് അവരുടെ ഭക്ഷണത്തിലെ കുറവുകൾ കൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏതാണോ എന്നുള്ളത് നമ്മളത് ഇപ്പം അങ്ങനെ പ്രോബ്ലം വന്ന ഒരു ബേർഡിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് എന്താണ്, അവരുടെ എത്രാമത്തെ ബ്രീഡിംഗ് ആണിത്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് അത് എഗ് ബൈൻഡിങ് എന്നുള്ളൊരു അത് തന്നെയാണ് വിഷയം എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുന്നത്. നമുക്കിനി കുറച്ച് ബ്രീഡ്സിനൊക്കെ പരിചയപ്പെടാം, അല്ലെ ആൾക്കാർക്ക് ബോറടിക്കും, ഭയങ്കര സംസാരമായിട്ട്. ഇനി ആരാണ് അടിപൊളിയുള്ളവർ? ഇത് അതും ബ്ലൂ ഗ്രീൻ ചിക്ക് തന്നെയാണ്. ബ്ലൂ ഗ്രീൻ ചിക്കൻ ഒരു ബ്രീഡിംഗ് പെയറാണ് ആൾക്കാർ. അത് ബ്രീഡിംഗ്, അതിൻ്റെ ഫീമെയിൽ ഇപ്പം മുട്ടയിട്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ബ്ലൂ യെല്ലോ സൈഡാണ്. ബ്ലൂ യെല്ലോ സൈഡാണ്. എനിക്കൊന്ന് ഏകദേശം ഒരു റേറ്റ് കൂടെ പറഞ്ഞു തന്നേക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി എന്താ അതിൻ്റെ റേറ്റ് പറഞ്ഞു. എല്ലാം ഒരു അബൌട്ട് 20,000 വില വരുന്ന, അബൌട്ട് 20,000 രൂപീസ് വില വരുന്നത്. ബ്രീഡിംഗ് സെറ്റുകൾക്കാണ് കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ. സെമി അഡൾട്ട് റേഞ്ച്, സെമി അഡൾട്ട് റേഞ്ചാണ്. പിന്നെ എപ്പോഴും ഒരേ ലൈനിലുള്ളവരെ സെറ്റ് ചെയ്തിരിക്കുകയല്ലേ? ലൈനേജ് മാറ്റി. അത് പൈനാപ്പിളാണ്, അതിൻ്റെ കുഞ്ഞ് വിരിഞ്ഞിരിക്കുകയാണ്. ബോക്സിൽ കുഞ്ഞുണ്ടായിരുന്നു. പൈനാപ്പിളിൻ്റെ കുഞ്ഞുണ്ടല്ലേ? ഇപ്പോൾ ചെക്കൊക്കെ ചെയ്തത് എത്ര കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന്? ഇപ്പോൾ ഒരെണ്ണം വിരിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്താരാണുള്ളത്? ഇത് ഗ്രീൻ മോങ്ക് എന്ന് പറയുന്നതാണ്. മോങ്ക് എന്ന് പറയുമ്പോൾ മോങ്ക് ഇത് പാരക്കീറ്റിൽ വരുന്നതാണ്. ഗ്രീൻ മോങ്ക് അല്ലെ ക്വേക്കർ പാരറ്റ് എന്ന് പറയും. നമുക്ക് ശരിക്കും കിളികളുടെയൊക്കെ ശബ്ദം ഇവിടെ കഴിഞ്ഞാൽ ഈ മോങ്ക് കാറ്റഗറി ആണോ ശരിക്കും അവർ തന്നെ കൂടൊരുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്? ഇവർ തന്നെ കൂടൊരുക്കുകയും ചെയ്യും. നമ്മൾ അവർക്ക് വേണ്ട മെറ്റീരിയൽസ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ തന്നെ കൂടൊരുക്കിയിട്ട് അതിൻ്റെ അത് മുട്ടയിടും. മോങ്ക് കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. ഒത്തിരി വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇതിവിടെ ആരാൾക്കാണ് ഭയങ്കര ഗ്രീൻ ചീ കോണിയൂറാണ്. ഇത് ബ്ലൂ സിനമൺ കോണിയൂറാണ്. പിന്നെ ഇതാരാണുള്ളത്? ഇത് ബ്ലൂ സിനമൺ. നമുക്ക് ഒരു സംശയം കൂടെ ചോദിക്കണം. നല്ല ശബ്ദമുണ്ട്, ഇവരാകട്ടെ ഇവിടെ ഒച്ച ഉണ്ടാക്കുന്ന ആൾക്കാർ. നമുക്കിവരെ വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെ തമ്മിൽ ക്രോസ് ചെയ്യാൻ പറ്റും. ഇപ്പം മോങ്കും വേറെ ഒരു ഗ്രീൻ ചിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അത് രണ്ടും 2 വർഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാറില്ല. മോങ്ക് തന്നെ ഇപ്പം വേറെ കളേഴ്സിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാം. പിന്നെ കോണിയൂസ് ആയാലും നമ്മൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെയിം ഇനങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാവും, അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നല്ല സംശയങ്ങൾ. ഇതാരാണ് കേട്ടോ ആൾക്കാർ? ഇത് സണ്ണിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളാണ്. സണ്ണിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ്. വേണ്ടവരൊക്കെയാണ് വിളിച്ചാൽ മതിയല്ലോ. ആയി തുടങ്ങിയിട്ടുണ്ടോ? കൊടുക്കുമോ? ഇല്ല, ഇത് കുറച്ചുകൂടെ ആയിട്ടേ കൊടുക്കുമോ. എല്ലാം കുറച്ചുകൂടെ ആയിട്ടേ ഉള്ളൂ. ഭയങ്കര ക്ഷമാശീലനാണ്, വലിയ പൈസക്ക് അത്യാവശ്യം തോന്നുന്നു കേട്ടോ. പിന്നെ ഇതാരാണ് കേട്ടോ ഉള്ളത്? യെല്ലോ സൈഡ് കോണിയൂർ. യെല്ലോ സൈഡ് കോണിയൂറുണ്ട്. എല്ലാം ബ്രീഡിംഗ് ബോക്സ് വെച്ചിരിക്കുന്നവരും പിന്നെ അവർക്ക് നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇതാരാണ് ആൾക്കാർ? ഇത് മുമ്പേ പറഞ്ഞ പോലെ 2 ടൈപ്പാണ്. ബ്ലൂ യെല്ലോ സൈഡും ബ്ലൂ ഗ്രീൻ ചിക്ക് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. എൻ്റെ സംശയം ശരിയാണ്, പക്ഷേ ഒരേ ഇനം തന്നെയാണ് അവർ തന്നെ. ഒരേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത കളർ കോമ്പിനേഷൻ. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് റേറ്റ് കുറവാണോ കൂടുതലാണോ? ചിലപ്പോൾ ഇത് രണ്ടും വരും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും വെറൈറ്റീസ് വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടുതലായിരിക്കും. പരീക്ഷണങ്ങൾക്ക് ഇവിടെ വില കൂടുതലാണല്ലേ? ഇതാരാണ് ആൾക്കാർ? മോങ്ക് തന്നെയാണ്. ഇത് മോങ്ക് വെറൈറ്റീസ് ഒക്കെ തന്നെയാണ്. ആരുമില്ല ഇവിടെ, ആരുമില്ല. ഇവിടെ ഇനി 2 പേരുണ്ട്. ഇവരാരാണ് കേട്ടോ? ബ്ലൂ സിനമൺ, അതിൻ്റെ അപ്പുറത്ത് ബ്ലൂ ഗ്രീൻ ചിക്ക്. ബ്ലൂ ഗ്രീൻ ചിക്കാണ്. നമ്മൾ കുറേ നേരം കഥ പറഞ്ഞ് നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മളിനി അടുത്ത ഏരിയയിലോട്ട് പോകണം. നമുക്കിവിടെ കാണാൻ പറ്റിയ ഏരിയസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഒറ്റയ്ക്ക് തന്നെയാണ് ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ? ഫാമിലിയൊക്കെ എന്താ പറയുന്നത്? എല്ലാവർക്കും താല്പര്യമുള്ളൊരു മേഖലയാണ്. പിന്നെ സഹായിക്കാൻ ആളുകളുണ്ട്, ജോലിക്ക് ആളുകളുണ്ട്. അവരെല്ലാം വന്ന് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഒരു കൊണൂർ മേഖലയിലേക്ക് വലുതാലെടുത്ത് വെച്ച് കയറാവോ ആർക്ക് വേണമെങ്കിലും?
നല്ല ഫീൽഡാണ്. പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു മേഖല തന്നെയാണ്. റവന്യൂ ജനറേറ്റ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവരുടെ ബ്രീഡിംഗ് ഒന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കൊണൂർസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തുടരാവുന്നേ ഉള്ളൂ അടുത്തൊരു എപ്പിസോഡ്. നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. എന്തായാലും മടുക്കണ്ട എല്ലാവരും. അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി ഒന്ന് കാത്തിരിക്കുക.